വെൽക്കം ടു സൈലം ടെക്നിക്കൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഏറ്റവും പുതിയ ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോ ആയിട്ടാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതാ കേരള PSC പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ട്രേഡ്സ്മാൻ ട്രെയിനിങ്, അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രേഡ്സ്മാൻ ട്രെയിനിങ്ങിലെ എന്ന തസ്തികയിലേക്ക് ഇതാ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരള PSCയിലെ ഇപ്പോൾ ഡിസ്ട്രിക്ട് വൈസുകൾ നടത്തിയിരുന്ന ട്രേഡ്സ്മാൻ പോലുള്ള എക്സാമുകളെല്ലാം സ്റ്റേറ്റ് ബോർഡിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലെയും ഒഴിവുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് 17 വേക്കൻസി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്ന പോസ്റ്റുകളാണ് അല്ലെ. ഒരു എൻട്രി പോസ്റ്റ് ആണ്, ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു എൻട്രി പോസ്റ്റ്. ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുട്ടിക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഈ പറയുന്ന ട്രേഡ്സ്മാൻ എന്ന് പറയുന്നത്. ആ ട്രേഡ്സ്മാൻ ടേണിങ്ങിലേക്കാണ് ഇത്തവണ നോട്ടിഫിക്കേഷൻ വന്നെത്തിയിട്ടുള്ളത്. ഇത്രയും ദിവസം നമുക്കറിയാം നമ്മളുടെ ഒരു ഡ്രൈ ആയിട്ട് നടക്കുകയായിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്. എക്സാമുകളില്ല എന്ന് പറഞ്ഞ് ആ എക്സാമുകളെല്ലാം മാറ്റി നിർത്തി, അതായത് പുതിയ നോട്ടിഫിക്കേഷൻ കേരള PSC വിളിക്കുന്നു. അത് കൃത്യമായിട്ട് തന്നെ എക്സാമുകൾ നടത്തുന്നുണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോഴേക്കും എക്സാമുകൾ എത്തിക്കഴിയുന്നു. അപ്പോൾ അത്രയും ഇന്റൻസീവ് ആയിട്ട് പഠിച്ചിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇതിൽ തന്നെ കൃത്യമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്രത്തോളം പാടില്ല എന്നുള്ള കണ്ടീഷനിലേക്ക് നമ്മുടെ ഒരു PSCയുടെ കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുതിയ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ വരുന്നത് 196/2024 ആണ്. 196/2024 ആണ്. അപ്പോൾ നമുക്ക് വിളിച്ചിട്ടുള്ളത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ തസ്തികയുടെ പേര് എന്ന് പറയുന്നത് ട്രേഡ്സ്മാൻ ടേണിംഗ് ആണ്. ട്രേഡ്സ്മാൻ ടേണിംഗ് എന്ന് പറഞ്ഞ തസ്തികയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഇതിന്റെ ബേസിക് പേ, സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു നമുക്കറിയാം, നമ്മളൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു എൻട്രി പോസ്റ്റ് എന്ന നിലയ്ക്ക് ഏറ്റവും നല്ല മികച്ച സാലറിയിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും വളരെ സമാധാനത്തോടു കൂടി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന ട്രേഡ്സ്മാൻ ടേണിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ കണ്ടാൽ അറിയാം 17 വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ആ 17 വേക്കൻസി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വേക്കൻസി അല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ 17 വേക്കൻസി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള വേക്കൻസിയാണ്. നമുക്കറിയാം ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന തസ്തിക കഴിഞ്ഞാൽ അതിന് തൊട്ടും ഹയർ വരുന്നത് ട്രേഡ് ഇൻസ്ട്രക്ടർ പോസ്റ്റ് ആണ്. അതായത് ട്രേഡ്സ്മാൻ കഴിയുന്നതോടുകൂടി കുറച്ച് വർഷം അതായത് പ്രൊബേഷൻ കഴിഞ്ഞ് ഒരു 3 വർഷം കഴിയുമ്പോഴേക്കും എല്ലാവരും തന്നെ ട്രേഡ് ഇൻസ്ട്രക്ടറിലേക്ക് ആയി തുടങ്ങും. അപ്പോൾ ആ ട്രേഡ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് എല്ലാ കൊല്ലവും എന്ത് ചെയ്യാറുണ്ട്? പ്രൊമോഷൻ നടക്കാറുണ്ട്. ആ പ്രൊമോഷൻ നടന്നു കഴിയുമ്പോൾ ആ ഡയറക്റ്റ് എൻട്രി എന്ന് പറഞ്ഞ ട്രേഡ്സ്മാൻ അവിടെ വേക്കൻസി വരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാണിച്ചിട്ടുള്ള 17 വേക്കൻസി എന്തായാലും കൂടിയിരിക്കും. ആ കൂടുന്ന വേക്കൻസിയിലേക്ക് ഈ പറയുന്ന എക്സാമിൽ നിന്ന് കയറി വരുന്ന കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ആ ഉദ്യോഗാർത്ഥികളായിരിക്കും ആ പോസ്റ്റിൽ നിന്ന് ആ ജോലിയിലേക്ക് എത്തുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള പഠനം കൊണ്ടുപോയാൽ നമുക്കൊരു ജോലി സുനിശ്ചിതമായിട്ട് കിട്ടിയിരിക്കും. നമുക്കതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. നമുക്കറിയാം നമ്മളുടെ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക. അതിൽ തന്നെ ഏജ് റിലാക്സേഷൻ ഓരോ കമ്മ്യൂണിറ്റി വൈസ് ഒക്കെ ഏജ് റിലാക്സേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഏജ് റിലാക്സേഷൻ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. then അടുത്തത് എന്താണ് പറയുന്നത്? അതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ അതായത് a pass in technical high school living certificate examination with a specific specialization in the appropriate trade. അതായത് THLC ടേണിംഗ് എന്ന് പറഞ്ഞ തസ്തിക, ടേണിംഗ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് അതിന് THLC കഴിഞ്ഞ ഒരു കുട്ടിക്കാണെങ്കിൽ ഈ എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതല്ല ഓർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തരുന്നത് എന്താണ്? എ പാസ് ഇൻ സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് SSLC കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ്, അതായത് ടേണിംഗിലെ NTC സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടിക്കും അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഇവിടെ തന്നിട്ടുള്ള, അല്ലെങ്കിൽ PSCയുടെ മാനദണ്ഡം അനുസരിച്ച് തന്നിട്ടുള്ള അതിന്റെ
കൃത്യമായിട്ട് പറയുന്ന നമ്മളെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി വെച്ചോളാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും സംശയം വരും. ഈ സംശയം എന്താണെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഡിപ്ലോമ കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ബിടെക് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സംശയമുണ്ട്, എങ്ങനെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിന് കൃത്യമായിട്ട് PSC അവിടെ ഉത്തരം തന്നിട്ടുണ്ട്. എന്താണ്? അതിന് തൊട്ട് മുന്നേ നടന്നിട്ടുള്ള ട്രേഡ്സ്മാൻ ടേണിംഗ് തസ്തികയിലേക്ക് നടന്നിട്ടുള്ള ഡിസ്ട്രിക്ട് വൈസ് എക്സാമുകളിൽ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അതിൽ എങ്ങനെയുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷനിലെ ആൾക്കാരെയാണ് ആ ഒരു തസ്തികയിലേക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്താണ് പറയുന്നത്? NTC ടേണർ അല്ലെങ്കിൽ ITC മെഷീനിസ്റ്റ് ഇതിന് ഈക്വലന്റ് ആണ്. ITIയിൽ മെഷീനിസ്റ്റ് ട്രേഡിലെ ITI ഉള്ള കുട്ടികൾക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ NTC മെഷീനിസ്റ്റ് ഉള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പോരാത്തതിന് അതുകൂടാതെ ഏതൊക്കെ പറയുന്നുണ്ട്? പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ്, അതുപോലെ ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഈ പറയുന്ന 4 ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികൾക്കും കൂടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു സംശയം വെക്കാതെ തന്നെ ഹയർ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഡിപ്ലോമ കഴിഞ്ഞ് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഡിപ്ലോമ ഓട്ടോമൊബൈൽ കഴിയുന്ന കുട്ടിയോ അല്ലെങ്കിൽ ഡിപ്ലോമ ടൂൾ ആൻഡ് ഡൈ കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ പോലും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കൃത്യമായിട്ട് അറിയാം, കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമുക്കറിയാം ഇത്രയും കാലം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിയുന്ന ഒരു കുട്ടിക്ക് ബിടെക് കഴിയുന്ന ഒരു കുട്ടിക്ക് ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് ടെക്നിക്കൽ എക്സാമുകൾക്ക് വരുന്നത് വളരെ കുറവായിരുന്നു. ഇപ്പോൾ ട്രേഡ്സ്മാൻ തസ്തിക സ്റ്റേറ്റ് വൈഡിൽ വിളിച്ചതിന് ശേഷം ഒരുപാട് എക്സാമുകൾ വന്നു കഴിഞ്ഞു. ട്രേഡ്സ്മാൻ ഫിറ്റർ കഴിഞ്ഞു, അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ട്രേഡ് എക്സാമുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പഠനം, നീമി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ പഠനത്തിൽ കൃത്യമായിട്ട് പഠിച്ചു കൊണ്ടുപോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ പോസ്റ്റിലേക്ക് എത്തുന്ന നമ്മളുടെ ഡ്രീം ആയിട്ടുള്ള ആ ഒരു ഗവൺമെന്റ് ജോബ് അതിലേക്ക് എത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പഠനം കൃത്യമായിട്ട് കൊണ്ടുപോകുക. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു തസ്തികയിലേക്കുള്ള കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക. കൃത്യമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ആവട്ടെ, ടൂൾ ആൻഡ് ഡൈ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്കാവട്ടെ, ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ എക്സാമുകൾക്കും സൈലന്റ് ടെക്നിക്കൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു.